ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓതിയ നിങ്ങൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് ഓതുവോ? വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത്, അല്ലാത്തവന് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനല്ലേ? ഓതുമോ ഇല്ലേ? അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ. ആയത്തല്ല കേട്ടോ, മനസ്സിലായില്ലേ? ആയത്താണോ? അല്ല. കാരണം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജില്ലേടെ ആയത്ത്, ഒരു പേജുണ്ട് ആയത്ത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരായത്ത് പഠിക്കാൻ അറിയത്തില്ല. യുസീക്കുമുല്ലാഹു എന്ന് പറയുന്ന ആയത്തെടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറയണം എൻ്റെ മക്കള്, അല്ലേ? മുതല്ലിമിന്റെ ഒരു ഹാഫിളിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ യുസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസ. ഈ ആയത്തെടുത്ത്, ആ രണ്ട് ആയത്തെടുത്ത് വെച്ചിട്ട് കാണാതെ പഠിക്കാൻ പറയണം. ഇരുന്ന് തപ്പണ കാണണം. േടാ മക്കളെ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ കുറെ കാലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, വയനാട് ഒരു സ്ഥലത്ത് വയലിന് പോയി പ്രസംഗിച്ചു. ഇങ്ങനെ പിരിവ് തുടങ്ങിയപ്പോ മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന സദസ്സിൽ കപ്പലണ്ടി വിറ്റുകൊണ്ടൊരു പയ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിരിവിന്റെ സമയമായപ്പോ ഇവൻ നേരെ സ്റ്റേജിൽ കയറി വന്നിട്ട് ആ കപ്പലണ്ടി വിറ്റ കാശ് എന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യാൻ. ഞാൻ ചോദിച്ചു, എന്ത്? എനിക്ക് ഹാഫിളാകണം. കപ്പലണ്ടി വിറ്റുകൊണ്ട് നടന്നവനാ അജ്മലി. അന്ന് ആ മജ്‌ലിസിൽ കയറി വന്നു, കപ്പലണ്ടി വിറ്റ കാശ് തന്നു. ഞാൻ അന്ന് അവന്റെ തലയിൽ കൈവച്ചിട്ട് ആ സദസ്സിൽ വെച്ച് ഞാൻ ദുആ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് ഞാൻ വയനാട് ഒരു സ്ഥലത്ത്, കൊടുവള്ളിക്കടുത്തൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ എന്റെ അടുക്കൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അപ്പോ എന്റെ സുഹൃത്ത് നിസാമി ഉസ്താദ് ചോദിച്ചു, ഉസ്താദെ ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഈ പയ്യനെ, ഈ അജ്മലിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ല. 9 കൊല്ലം മുമ്പ് വഅലിന്റെ സദസ്സിൽ കപ്പലണ്ടി വിട്ട് നടന്ന പയ്യനാ ഉസ്താദ്. ഇന്നവൻ ഹാഫിളായി, അവൻ ദൗറ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ആ പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥ ഇതാന്ന് എന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു കൊടുക്കുന്നൊരു നിഅമത്ത്, അള്ളാഹു കൊടുക്കുന്നൊരു ഭാഗ്യം. അള്ളാഹുവിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സത്യം പറഞ്ഞ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു കണ്ടപ്പോൾ ഒരു സന്തോഷം പറഞ്ഞാൽ തീർക്കില്ല. വലിയൊരു സന്തോഷമായി പോയി. കാരണം നമ്മൾ കാരണം ഒരാൾ ഇതാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതിയ ഞാനും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? അള്ളാഹുവേ, ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ആരൊക്കെ ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, ഓതുവോ? ഇത്ര സൗണ്ടേ ഉള്ളൂ. റോഡി ജയ് വിളിക്കാതിനേക്കാളും ശബ്ദമുണ്ട്. നിനക്ക് ഷഹാദത്ത് കലിമ പറയണം ഇതേ ശബ്ദത്തിൽ. പറ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? എന്താ പ്രതിഫലം? ഓസിനാരും ഓതണ്ടോ? സ്വർഗം മിന്നല്ലേ? സ്വർഗം മരിച്ചതിന് ശേഷമല്ലേ? ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. ഓസിനൊന്നും ഓതണ്ട. ഈ ആയത്ത് നിങ്ങളാരും ഓസിനോദണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്തിന്റെ മഹത്വം പറയാം. 6600 പരം വരുന്ന ആയത്തിന്റെ മഹത്വമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. നബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്താണ് പ്രതിഫലമെന്നറിയുമോ? ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തോട്ടവും റുമ്മാനും രസമുള്ളതാ, കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാറ് പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്.
മണിയില്ല റബ്ബേ വാങ്ങുവാനാബീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ അല്ലാഹുവിന്റെ സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ പെങ്ങളെ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്താ ഞാൻ പറയുന്നത് ഇത് പാരായണം ചെയ്താ നിനക്ക് സ്വർഗമുണ്ട് 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 അത് ദുനിയാവിൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ എന്റെ പ്രിയപ്പെട്ടവര് ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല പിന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച അവസാനം ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിക അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് വിജയിച്ചവനെന്ന് ഖുർആൻ പറയുകയാണ് ഏറ്റവും വലിയ അഭിലാഷമെന്ത് അല്ലയല്ലേ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ അല്ലാതെ നിങ്ങൾ മരിക്കല്ലേ വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ സഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ പ്രവാചകന്മാർ തന്നെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ മുസ്ലിമായിട്ടേ മരിക്കാവൂ മുസ്ലിമായിട്ടേ മരിക്കാവൂ പ്രവാചകന്മാർ ദുആ ചെയ്തല്ലോ റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് അവസാനം പറയുന്നു തവഫനി മുസ്ലിമാ മുസ്ലിമായിട്ട് മരിപ്പിക്കണം തമ്പുരാനെ ഈമാനുള്ള മരണം തരണം തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിലെ ആയത്ത് ഓതുമെന്ന് തീരുമാനിച്ചവരെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര് ഖുർആനിനെ ബഹുമാനിക്കുമെന്ന് തീരുമാനിച്ചവര് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തരുന്ന പ്രതിഫലം ഒരായത്തിന്റെ പ്രതിഫലമടോ ഒരായത്തിന്റെ പ്രതിഫലമടോ ഈ മനുഷ്യനെ കാണുമ്പോ ഈ ഹാജിയാരെ കാണുമ്പോ അത്ഭുതം തോന്നാറുണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യന് ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന് പടച്ചവനെ അല്ലാഹു ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണോ ഈ സ്ഥാപനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഇതിന്റെ സംഘാടകർ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്ന് ചിന്തിക്കണോ മക്കളുടെ ദുആ വേണ്ടല്ലോ ഭാര്യയുടെ ദുആ വേണ്ടല്ലോ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരൊറ്റ വിദ്യാർത്ഥിയുടെ ദുആ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് പറഞ്ഞവര് അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ അതിനെക്കാരും വേറെ ഒന്നുമില്ലല്ലോ അതിനെക്കാരും വേറെ ഒന്നുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് സിറാജ് വലിയവനാകുന്നത് എപ്പോഴെന്നറിയോ
ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ വഴുതിന് കയറുമ്പോ ആരോ പറഞ്ഞു പ്രഭാഷണത്തലയിൽ എന്തോ ആനയെന്ന്. ചുമ്മാതെ. എടാ, ഞാൻ എപ്പോഴാ നല്ലവനാകുന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് പുകഴ്ത്താനും വാഴ്ത്താനൊക്കെ ആളുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല ചങ്ങാതി. സിറാജ് രക്ഷപ്പെടുന്നത് എപ്പോഴെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിനകത്തെന്നെ മലർത്തി കിടത്തുമ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, 40 പേര് നല്ലത് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം നീ നല്ലവനാണ്. നിന്റെ ജനാസയിൽ നോക്കിയിട്ട് പറയണം ഇവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ. ഉറങ്ങുകയാ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ഒരു നല്ല മരണം ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നല്ല മരണം. വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. പ്രതിഫലം ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദിന്റെ ചരിത്രം അറിയുമല്ലോ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. സഅദ് തങ്ങൾ 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36ാമത്തെ കൊല്ലം 36ഓ 38ഓ പടച്ചവനെ തുച്ഛമായ കാലമാണ് മുസ്ലിമായി ജീവിച്ചത്. സഅദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തുച്ഛമായ വർഷമാണ്, 6 മാസം 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. സഅദ് തങ്ങൾ മരിച്ചപ്പോ, സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കുന്നവർ പറയുന്നു ചിരിക്കുകയാ. എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു മരണമാ അല്ലാഹ്. കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ്, കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ്. പെങ്ങളെ, ഇങ്ങനെ ഒരു മരണമല്ലേ നിനക്ക് വേണ്ടത്? മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കണ്ടേ? എന്തൊരു വെളിച്ചമാ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുത്തല്ലോ. വെള്ളിയാഴ്ച മരിച്ചില്ലേ, സുജൂദിൽ കിടന്ന് മരിച്ചില്ലേ, ഒന്നുകൂടി മരിച്ചില്ലേ. എത്ര വലിയ ഭാഗ്യമാരാ. എന്റെ പ്രിയപ്പെട്ടവരെ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എല്ലാവരും കരയുകയാണ്. സഅദ് തങ്ങൾ ചിരിക്കുകയാണ്. റബ്ബേ, ജനാസ ചുമക്കുമ്പോ സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ തള്ളവരൽ കുത്തിയിട്ട് നടന്നു പോവുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ നേതാവ് തള്ളവരൽ കുത്തിയിട്ട് നടന്നു പോവുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ തള്ളവരൽ കുത്തിയിട്ട് നടക്കുന്നത്? എന്തിനാണ് നബിയേ? സഹാബാ, സ്ഥലമില്ല സ്വഹാബ, നടക്കാ സ്ഥലമില്ല സ്വഹാബ. മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ചുമക്കുന്നത് മലക്കുകളാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഖുർആനിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താൽ നിനക്ക് റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുമടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, സൗദിയുടെ രാജാവൻ ആര് വരുമെന്നറിയോ? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ. അവരാകാശ ലോകത്ത് നിന്നിറങ്ങി വരികയാ. എന്തിനെന്നറിയോ? നിന്റെ ജനാസ കബറടക്കാ, നിന്റെ
നിന്റെ ജനാസ ചുമക്കാ, നിന്റെ ജനാസ നിസ്കരിക്കാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. സഹാബാ, മലക്കുകൾ കാരണം തലം കെട്ടിയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നില്ലല്ലോ, മണ്ണ് തിന്നില്ലല്ലോ. കബറിനകത്ത് കൊണ്ടുവച്ചാല് മണ്ണ് തിന്നാത്ത ശരീരങ്ങളിൽ പെട്ടതല്ലേ ഈ നിരന്നിരിക്കുന്ന മക്കള്. നിന്റെ പൊന്നുമോനെ തൊടണമെങ്കിൽ ഉളുവെടുക്കണമല്ലോ. അഫ്ലീങ്ങളായ മക്കളെ തൊടണമെങ്കിൽ മുഫസ്സിരീങ്ങളെ പടച്ചവര് മഹത്തുക്കളെ പറയുന്നവരവരെ തൊടണമെങ്കിൽ ഉളുവെടുക്കണമെന്നാണ്. ഇവരെ മണ്ണ് തിന്നില്ലല്ലോ, ഇവരെ പുഴുക്കൾ തിന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് എത്ര മഹത്വമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഅദ് തങ്ങൾക്ക് ഖബർ കുടിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കാൻ ഖബർ കുടിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണിന് പോലും സുഗന്ധമാ, മണ്ണിനു പോലും സുഗന്ധമാ. ഇവിടെ ഖബർ കുടിക്കുന്ന മനുഷ്യനെ അറിയുമെങ്കിൽ നീ ചോദിച്ചു നോക്ക്, ആരുടെയെങ്കിലും മയ്യത്ത് ഖബറടക്കാൻ ഖബർ കുടിച്ചപ്പോ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്ക സഹോദരാ. സഅദ് തങ്ങളുടെ ജനാസ ഖബറടക്കാൻ ഖബർ കുടിക്കുന്ന മനുഷ്യൻ പറയുകയാ, വല്ലാത്ത സുഗന്ധമാ. അവസാന ഖബറിനടിയിൽ നിന്ന് മണ്ണ് വാരുകയാണ്. അവസാനം ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെച്ച് ആരും കാണാതെ അവസാന ഖബറടക്കിയിട്ട് തന്റെ വീട്ടിൽ ചെന്നു നോക്കുമ്പോ കസ്തൂരി വാസിക്കുന്നത് പോലെ കസ്തൂരിയുടെ വാസനയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ മണ്ണിന്. ആ മനുഷ്യന് വല്ലാത്ത അത്ഭുതമായി. അവസാനം രാത്രിയിൽ അവിടുന്ന് സ്വപ്നം കാണുകയാ. സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നല്ലോ, മലക്കുകൾ വന്നല്ലോ, നിന്റെ ജനാസ മലക്കുകൾ ചുമന്നല്ലോ, നിന്റെ ഖബറിനകത്ത മണ്ണിനു പോലെ സുഗന്ധമായിരുന്നല്ലോ. സഅദേ, എങ്ങനെയാ സഅദേ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ സഅദേ? സഅദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഓതിയതിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇതിനെക്കാലം നിനക്കെന്തേ വേണ്ടത്? ഇതിനെക്കാലം നിനക്കെന്ത് പ്രതിഫലമേ വേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാര്, അവസാനത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമാ, അല്ലാഹുവിന്റെ സ്വർഗമാ. നിന്റെയും സ്വർഗത്തിന്റെ ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. തോതുന്നവനുണ്ടല്ലോ, തോതുന്നവനുണ്ടല്ലോ, ഇവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ഈ ആയത്ത് ഓതുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറയേ ഉള്ളൂ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പോ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഏതു മറ? മരിക്കുക, പോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, ഓതുവോ? ഏതായത്ത? ആ കുർസി. ഏതായത്ത്? ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يعوده
ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരൊറ്റ ആയത്ത് ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറ, മരിക്കുക പോകുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ എങ്ങനെ ഭക്ഷണം എങ്ങനെ ഫ്രീ? അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇത് പിടിച്ചോ നിങ്ങൾ തന്നെ, എനിക്ക് പിരിക്കാനൊന്നും വയ്യ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 60 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്ക് നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിഫലം എന്തെന്നറിയും? നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ ഒരു മത്സരം നടക്കുകയാണ്. 3 ആൾക്കാരാണ് നാളെ സ്വർഗത്തിന്റെ മുന്നിൽ മത്സരിക്കുന്നത്. ആദ്യം എനിക്ക് കയറണം, എനിക്ക് കയറണം, എനിക്ക് കയറണം. ആരൊക്കെയാ? 1 ഷഹീദ്, 2 ആലിം, 3 ഹജ്ജ് ചെയ്ത ഹാജി. 3 പേർക്ക് സ്വർഗമുണ്ടല്ലോ. അപ്പൊ ആദ്യം എനിക്ക് കയറണം, എനിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദായ മനുഷ്യനോട് ചോദിക്കും, നീ നിന്റെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചവൻ, വലിയ മഹത്വം ഷഹീദിന്. അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് ആദ്യം കയറാൻ ഞാനാ കാരണം, എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ച് പഠിച്ചവനെ. അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ശുഹദായ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോ അള്ളാഹു ചോദിക്കും, നീ ചെയ്തതൊക്കെ ശരിയാ, നിനക്ക് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഈ പ്രതിഫലമൊക്കെ നിനക്ക് പറഞ്ഞു തന്നതാരാ? ഷഹീദായാൽ ആ ഷഹീദായ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തന്ന ആരാ? അത് ഉസ്താദല്ലേ പറഞ്ഞു തന്നെ? ഉസ്താദല്ലേ പറഞ്ഞു തന്നെ? അപ്പൊ നിന്നെക്കാലും മുമ്പേ സ്വർഗത്തിൽ കയറേണ്ടത് ഉസ്താദല്ലേ? ആ മനുഷ്യൻ പറയും, അതേ പടച്ചവനെ, മാറുന്നില്ലേ? രണ്ടാമത് ഹജ്ജിന് പോയ ഹാജി, ഹജ്ജിന് പോയ ഹാജി, ആ മനുഷ്യൻ പറയുന്ന ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നിനക്ക് തന്ന സമ്പത്ത് ചെലവഴിച്ച് ഞാൻ ഹജ്ജ് ചെയ്തവനാ അല്ലാഹ്, നിനക്ക് സ്വർഗമുണ്ടല്ലോ അല്ലാഹ്, ഞാനല്ലേ പോണ്ട പടച്ചവനെ. എല്ലാം ശരി തന്നെ, നീ എന്റെ അതിഥിയായി വന്നവനാ, നിനക്ക് പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്, എല്ലാം ഉണ്ട്. നിനക്കിത് പറഞ്ഞു തന്നതാരാ? ഹജ്ജ് ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നും ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു തന്നത് ആരാ നിനക്ക്? അതൊരു ഉസ്താദാ പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഉസ്താദല്ലേ ആദ്യം പോകേണ്ടത്? അതെ അല്ലാഹ്, മാറുന്നില്ലേ? അപ്പൊ ഉസ്താദ് വിചാരിക്കും, അപ്പൊ ഞാനല്ലേ ആദ്യം കയറണ്ടേ? ആദ്യം കയറേണ്ടത് ഞാനല്ലേ? അള്ളാഹു ആലിമിനോട് ചോദിക്കും, നിനക്ക് വലിയ മഹത്വമുണ്ട്, നീ വലിയ സ്ഥാനമുള്ളവനാ, നിനക്ക് വലിയ പ്രതിഫലമുണ്ട്, ഇൽമു തന്നവനാ ഞാൻ, അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടും നീ സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യനാ. അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ പഠിക്കുന്ന കാലത്ത് നിനക്ക് ഭക്ഷണം തന്നതാരാ? നിനക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു തന്നാരാ? അത് പാവങ്ങളാ അല്ലാഹ്, നാട്ടുകാരാ അല്ലാഹ്. ഈ നാട്ടുകാരാ അല്ലാഹ് എനിക്ക് ഖുർആൻ പഠിക്കുമ്പോ ഭക്ഷണം തന്നത്, താമസിക്കാൻ സൗകര്യം തന്നത്, സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് പടച്ചവനെ. അപ്പൊ അള്ളാഹു ചോദിക്കും, അവരല്ലേടാ ആദ്യം കിടക്കേണ്ടത്? ഈ 60 മക്കളെ സ്നേഹിക്കുന്നവരെ, ഈ 60 മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, ഈ 60 മക്കളെ ആദരിക്കുന്നവരെ, ഇവരെക്കാളും മുമ്പേ സ്വർഗത്തിൽ കടക്കാൻ നിനക്ക് അവസരമുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഞാൻ പിരിക്കുവാനൊന്നും ഞാൻ അവിടെ നിന്ന് തയ്യാറാകുന്നില്ല. പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ പറയാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ഒരു ദിവസം വരാനുണ്ട്, അന്ന് ഉമ്മ തിരിഞ്ഞു നോക്കൂല, വാപ്പ തിരിഞ്ഞു നോക്കൂല, കൂടപ്പറപ്പ് തിരിഞ്ഞു നോക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല. എല്ലാവരും കൈയടിയുന്ന ദിവസം മക്കള് പറയുന്നു, അല്ലാ എന്റെ ഉമ്മ എനിക്ക് സ്വർഗം താ പടച്ചവരെ. നിന്ന് കാലു പൊള്ളുമ്പോ അല്ലാ എന്റെ കാലു പൊള്ളുന്നു, അല്ലാ
എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്തി തന്നാൽ അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്നു നിൽക്കട്ടെ അല്ലാ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, ഒരാളും പരിഗണിക്കാത്ത ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഇങ്ങനെ നഫ്സി നഫ്സി നഫ്സിയാ യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മോൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. ഉപ്പാ പെങ്ങള്, ഒരു ജുബ്ബയും തൊപ്പിയും ധരിച്ച ഒരു പൊന്നുമകൻ നിന്റെ അടുക്കലേക്ക് വരികയാ. വാ ഉമ്മ, ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ സ്വർഗത്തില്. ഉപ്പാ, നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ആരാടാ മോനെ, നീ ആരാടാ മോനെ? നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ. എന്റെ മക്കള് പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്റെ കൂടപ്പറപ്പുകൾ പോലും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ. എന്റെ മാതാപിതാക്കള് കണ്ട പരിചയം കാണിക്കുന്നില്ലല്ലോ. ഈ ദിവസത്തിൽ നീ ആരാ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ? അന്നാ പൊന്നുമകൻ പറയുന്ന ഉപ്പാ, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം തന്നിരിക്കുകയാ. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു എനിക്ക് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു എനിക്ക് അവസരം നൽകിയിരിക്കുകയാ. വാപ്പാ, ഒരാള് നിങ്ങളാ, ഒരാള് നിങ്ങളാ. ഞാനും നിങ്ങളും തമ്മിലുള്ള പരിചയം എന്തെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നത് നിങ്ങളാ വാപ്പാ. ഈ ഇരിക്കുന്ന 60 വിദ്യാർത്ഥികൾ ഇവര് സാധാരണ ആൾക്കാരല്ല. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അർഹതയുള്ളവരായി മക്കൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ഉറക്കെ പറയടോ. എന്നെ പലരും ഫോൺ വിളിക്കും, ഉസ്താദേ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, കൂടപ്പുറപ്പ് മരിച്ചു. ഞാൻ പറയും, അള്ളാഹുവിന്റെ തീരുമാനമാണ്, ക്ഷമിക്ക്, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എന്ന് ഞാൻ എന്നോട് പറയുന്നവരോടൊക്കെ ഞാൻ പറയും. പക്ഷെ ഇനി അത് പറയൂല. കാരണം എന്തെന്നറിയുമോ? അതിൻ്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കണം. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് നിസ്സാരം പോലെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ഞാൻ ഇങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ വേദന എന്താണെന്ന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ജ്യേഷ്ഠൻ എന്ന നിപ്പിനാ പോയേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി ഹാഫിള ആലിമ അള്ളാഹുവിന്റെ പള്ളിയിൽ അസർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ പോയത്. അള്ളാഹു ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞങ്ങളുടെ കുടുംബം അതിന്റെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം ഒരു രോഗവുമില്ല, പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. ഇതാ മനുഷ്യൻ 42-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ മുന്നിൽ സ്വന്തമായിട്ടൊരു വീട് കെട്ടി 98% വീടിന്റെ പണി കഴിഞ്ഞു. അതാ സങ്കടം പറ്റാഞ്ഞത്. താങ്ങാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് പണിത് 98% പണിതു. നിക്കാഹ് കഴിഞ്ഞു, ഭാര്യ വിളിച്ചോണ്ട് വന്നില്ല. താമസിച്ച വിവാഹം കഴിച്ച, വീട് കെട്ടിയിട്ടേ വിളിച്ചോണ്ട് വരുമെന്ന് വാശി. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഭാര്യയുടെ കൂടെ ഒരു ദിവസം കിടന്നുറങ്ങാൻ, താൻ കഷ്ടപ്പെട്ടു വെച്ച വീടിനകത്ത് ഒരു രാത്രി ഉറങ്ങാൻ ഭാഗ്യം കിട്ടിയില്ല. പക്ഷേ പോയപ്പോൾ വല്ലാത്തൊരു മരണമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. മരിച്ച ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണം. എപ്പോ മരിക്കണം? പറയടോ, എപ്പോ മരിക്കണം? നമ്മുടെ ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണം. കാരണം എന്തെന്നറിയോ? ഒരു ഉമ്മാടെ ദുആയോളം ലോകത്ത് വേറെ ഒന്നുമില്ലടോ. ഒരു ഉമ്മാടെ ദുആയോളം ലോകത്ത് വിലയുള്ള ഒന്നുമില്ല. സ്വന്തം മകന്റെ മയ്യത്ത് കാണുമ്പോൾ വെള്ളത്തുണിയിൽ പുതച്ചു കിടത്തിയിരിക്കുന്ന പൊന്നുമകന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചൊരു ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് അള്ളാനോട് പറയുകയാ, അല്ലാ എൻ്റെ മോന് സ്വർഗം കൊടുക്കണേ അല്ലാ, എൻ്റെ മോന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അതിനേക്കാളും ഒരു ദുആ ലോകത്തേതടോ ഉള്ളേ?
സ്വന്നെഞ്ചു പൊട്ടിയിട്ടല്ലേ പറയാ. എൻ്റെ ജ്യേഷ്ഠന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഉമ്മ കരയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ. അള്ളാഹു ആ സാധുവിന് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത വേദനയാണ്. പെറ്റ തള്ളയ്ക്കല്ലേ അറിയതിൻ്റെ വേദന എന്താണെന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് വിലയുള്ളൂ.